ഹായ് ഫ്രണ്ട്സ്, സക്സസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. നമ്മുടെ മാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങളോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ പ്രചാരത്തിൽ സംസാരിക്കുന്ന ഒരു സംഭവമാണ് ഷെയർ മാർക്കറ്റ്. അതോടൊപ്പം തന്നെ ഷെയർ മാർക്കറ്റിൻ്റെ സെൻസെക്സ്, അതുപോലെ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു, ഷെയർ മാർക്കറ്റ് കയറി എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്ക് ഷെയർ മാർക്കറ്റ് എന്താണെന്നറിയാം, അതിലവർ വളരെയേറെ പ്ലേ ചെയ്യുന്നുണ്ട്, അതിലൂടെ അവർ സമ്പാദിക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് അതിൽ നഷ്ടം വരുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ സാധാരണ ചില ആൾക്കാർക്ക് എന്താണ് ഈ ഷെയർ മാർക്കറ്റ്, എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത് എന്ന് പലപ്പോഴും അറിയാൻ സാധ്യതയില്ല. അപ്പോൾ താഴെ ലെവലിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റുമായിട്ടോ അല്ലെങ്കിൽ കമ്പനിയുമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ആൾക്കാർക്ക് ഷെയർ മാർക്കറ്റ് എന്താണ്, അല്ലെങ്കിൽ ഷെയറുകൾ എന്താണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, ട്രേഡിംഗ് പഠിച്ചു തുടങ്ങുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ട്രേഡിംഗ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ആ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്കൊന്ന് പ്രസന്റ് ചെയ്യുകയാണ്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഐഡിയ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ് ഷെയർ മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ലാഭമുണ്ടാക്കാൻ പറ്റുക, ആ ടെക്നിക്സൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ എന്താണ് ഷെയർ, അതെവിടെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ വേണം. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. നമുക്കറിയാം ബിസിനസ് മേഖലയാണ്. ബിസിനസ് മേഖലയിൽ നമുക്കറിയാം വലിയ വലിയ കമ്പനികളുണ്ട്. ഇവിടെ ഒരുപാട് ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അതിൽ ഒരാൾ മാത്രം നടത്തുന്ന ബിസിനസ് ഉണ്ട്, പങ്കാളിത്ത ബിസിനസ്സുകളുണ്ട്, അതുപോലെ തന്നെ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്. ഇങ്ങനെ പല ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ നടത്തുന്ന ബിസിനസ്സിനെല്ലാം ക്യാപിറ്റൽ അഥവാ മൂലധനം കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അത് നടത്തുന്ന ആൾക്കാർ തന്നെയാണ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി അല്ലെങ്കിൽ ഒരു വലിയ ജയന്റ് ഫോം ഓഫ് ഓർഗനൈസേഷനായിട്ടുള്ള കമ്പനികൾ ഫോം ചെയ്യുന്ന സമയത്ത് ആ കമ്പനിക്ക് ആവശ്യമുള്ള മൂലധനം സംഘടിപ്പിക്കുന്നത് തീർച്ചയായും അതിൻ്റെ ഷെയറുകളിലൂടെയാണ്. അതിനല്ലാതെ ഡയറക്റ്റായിട്ട് ഇൻഡിവിജ്വലിന് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം സംഘടിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെതായ ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം അതിനാവശ്യമുള്ള ക്യാപിറ്റൽ കളക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു വലിയ ജയന്റ് ഫോം ഓഫ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ക്യാപിറ്റൽ കളക്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ കമ്പനിയെ രണ്ടായിട്ട് ബേസിക് ആയിട്ടൊന്ന് ക്ലാസിഫൈ ചെയ്യണം. അതിൽ ഒന്നാമത്തെ കമ്പനി എന്ന് പറയുന്ന പ്രൈവറ്റ് കമ്പനി, മറ്റൊന്ന് പബ്ലിക് കമ്പനിയാണ്. അപ്പോൾ ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പല ക്ലാസിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും ഈ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് കമ്പനി എന്നും പബ്ലിക് കമ്പനി എന്ന് പറയുന്ന രണ്ട് കമ്പനികൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം എന്താണ് ഈ പ്രൈവറ്റ് കമ്പനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ആൾക്കാരെ, രണ്ട് വ്യക്തികൾ മാത്രം മതിയാവും അത് ഫോം ചെയ്യുന്നതിന്. അതോടൊപ്പം അതിൻ്റെ മാക്സിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് 200 പേരെ കാണത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു കമ്പനിയാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രൈവറ്റ് കമ്പനി. ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മൂലധനം സംഘടിപ്പിക്കുന്നത് പ്രൈവറ്റ് ആയിട്ടാണ്. അതിനകത്തുള്ള മെമ്പേഴ്സ് പ്രൈവറ്റ് ആയിട്ട് അതിന്റെ മൂലധനം സംഘടിപ്പിച്ച് അതിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. മാത്രവുമല്ല അതിന് പബ്ലിക്കിന് ഷെയറുകൾ കൊടുത്ത് ഒരു കാരണവശാലും ഷെയർ ക്യാപിറ്റൽ കളക്ട് ചെയ്യാൻ പറ്റത്തില്ല, പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല പ്രൈവറ്റ് ആയിട്ട് അതിന്റെ ക്യാപിറ്റൽ അറേഞ്ച് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഷെയർ എന്ന് പറയുന്നത് തീർച്ചയായും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കൈമാറ്റം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് ഉള്ള കമ്പനികളെയാണ് നമ്മൾ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്ത് ഷെയറുകൾ കൊടുക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഷെയറുകൾ ഫ്രീ ആയി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ കമ്പനിയുടെ മാക്സിമം മെമ്പേഴ്സ് എന്ന് പറയുന്നത് 200 ആയിട്ട് ലിമിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ള കമ്പനിയെ നമ്മൾ വിളിക്കുന്ന പേര് പ്രൈവറ്റ് കമ്പനി എന്നാണ്. എന്നാൽ ഈ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്ത കമ്പനിയെ വിളിക്കുന്ന പേര് പബ്ലിക് കമ്പനി എന്നാണ്. വൈഡ്ലി ഹെൽഡ് കമ്പനി അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് പബ്ലിക് കമ്പനികളെന്നാണ്. അപ്പോൾ ഇത് തിരിച്ചറിയുന്നത് നമുക്കറിയാം. പ്രൈവറ്റ് കമ്പനിയാണെങ്കിൽ അതിന്റെ പേരിനോടൊപ്പം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന വാക്ക് കാണും. അതേസമയം പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ ലിമിറ്റഡ് എന്ന് പറയുന്ന വാക്ക് മാത്രമേ കാണത്തുള്ളൂ. നമുക്കറിയാം ചില ആൾക്കാരൊക്കെ പറയുന്നേക്കാം എനിക്ക് ലിമിറ്റഡ് കമ്പനിയിലാണ് ജോലി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്നാണ്. അപ്പോൾ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ് എങ്കിൽ ആ കമ്പനിക്ക് ആവശ്യമുള്ള മൂലധനം കളക്ട് ചെയ്യുന്നത് പബ്ലിക്കിന്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഈ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് ഈ ക്യാപിറ്റൽ കളക്ട് ചെയ്യുക എന്ന് ചോദിച്ചാൽ, ആ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ മൂലധനം എത്രയാണോ ആ മൂലധനത്തിന് ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 1 ലക്ഷം രൂപയാണ് അതിന്റെ മൂലധനം വേണ്ടതെങ്കിൽ ആ 1 ലക്ഷം രൂപയെ 10,000 ഷെയറുകളാക്കി 10 രൂപ വിലയുള്ള 10,000 ഷെയറുകളാക്കി ഡിവൈഡ് ചെയ്യും. ദാറ്റ് മീൻസ് ദ ടോട്ടൽ ക്യാപിറ്റൽ ഈസ് ഡിവൈഡഡ് ഇൻടു സ്മാൾ യൂണിറ്റ് ഓർ സ്മാൾ സെഗ്മെന്റ്.
മൊത്തമുള്ള ക്യാപിറ്റലിനെ നമ്മൾ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ആ ഓരോ യൂണിറ്റിനെയും വിളിക്കുന്ന പേരാണ് ഷെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ യൂണിറ്റിനെയും നമ്മൾ ഷെയർ എന്ന് വിളിക്കും. ആ ഷെയർ നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും. ദി ഷെയർസ് ആർ ഇഷ്യൂഡ് ടു ദി പബ്ലിക്. അപ്പോൾ ഈ പബ്ലിക് എടുക്കുന്ന സമയത്ത് പബ്ലിക് ഇത് പർച്ചേസ് ചെയ്യും, അല്ലെങ്കിൽ പബ്ലിക് ഇത് എടുത്തിട്ട് പബ്ലിക് എന്ത് ചെയ്യും, പൈസ കൊടുക്കും. അപ്പോൾ ആരാണോ ഈ ഷെയർ എടുക്കുന്നത് അവരെ നമ്മൾ വിളിക്കുന്ന പേര് ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്. അങ്ങനെയുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കും. ആ ഷെയർ ഹോൾഡേഴ്സ് അവർ ഈ ഷെയർ എടുക്കുന്നതിൻ്റെ എത്ര ഷെയർ ആണോ എടുക്കുന്ന ആ ഡിനോമിനേഷൻ ആനുപാതികമായി അവർ ഫണ്ട് എന്ത് ചെയ്യും, അതിന്റെ ഫേസ് വാല്യൂ എന്ത് ചെയ്യും, കമ്പനിക്ക് അടയ്ക്കും. അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തെടുക്കുന്ന മൊത്തം എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഈ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ദ ക്യാപിറ്റൽ കളക്ടഡ് ത്രൂ ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഈസ് കാൾഡ് ഷെയർ ക്യാപിറ്റൽ. അങ്ങനെ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത ഷെയറിൽ നിന്ന് പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് അതുകൊണ്ട് മൂലധനം സ്വരൂപിക്കുന്നത് കൊണ്ടാണ് കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ കമ്പനി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് രണ്ട് രീതിയിലുള്ള ഷെയറാണ് പ്രധാനമായും കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്. അതേതൊക്കെയാണ് ഈ രണ്ട് ടൈപ്പ് ഷെയർസ് എന്ന് പറയുന്നത്? ഒന്ന് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ, മറ്റൊന്ന് പ്രിഫറൻസ് ഷെയറുമാണ്. ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ എന്താണ് ഈ പ്രിഫറൻസ് ഷെയർ എന്ന് നമ്മൾ പറയുന്നത്? പ്രിഫറൻസ് ഷെയർ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പേരിൽ തന്നെ വളരെ ക്ലിയർ ആണ്. ഇറ്റ് ഈസ് വെരി ക്ലിയർ ഇൻ ഇറ്റ്സ് നെയിം. പ്രിഫറൻസ് കൊടുക്കുന്നതാണ്. രണ്ട് പ്രിഫറൻസ് ഉണ്ട് ഈ ഷെയർ ഹോൾഡേഴ്സിന്. അത് ഏതൊക്കെയാണ് രണ്ട് പ്രിഫറൻസ് എന്ന് പറയുന്നത്? ഒന്ന്, ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകൾക്ക് ഒരു വർഷം ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് റേറ്റ് ആയിരിക്കും. അപ്പോൾ ഒരു ഫിക്സഡ് റേറ്റ് ഡിവിഡൻഡ് വെച്ചുകൊണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളെയാണ് നമ്മൾ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. ഈ ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. അവർക്ക് കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത്, എന്താ ഡിവിഡൻഡ് എന്ന് നമുക്കറിയാം, ടോട്ടൽ പ്രോഫിറ്റ് എത്രയുണ്ട് ഒരു കമ്പനി ഒരു വർഷം ആ ബിസിനസ് ചെയ്ത് അതിന് എത്ര ലാഭമുണ്ടോ ആ ഷെയറിന്റെ ആ മൊത്തമുള്ള ലാഭത്തെ ഡിവൈഡ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ കൊടുക്കുക. അവരെടുത്തേക്കുന്ന ഡിനോമിനേഷൻ അനുസരിച്ച്, അവരുടെ ഹോൾഡിംഗ് അനുസരിച്ച് അവർക്ക് തന്നെ ഈ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ മൊത്തം പ്രോഫിറ്റിനെ, മൊത്തം ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ യൂണിറ്റ് ആക്കിയാൽ ഷെയർ എന്ന് വിളിക്കും. മൊത്തം പ്രോഫിറ്റിനെ ഡിവൈഡ് ചെയ്ത് ഡിവിഷൻ നടത്തിയാൽ അതിനെ ഡിവിഡൻഡ് എന്ന് വിളിക്കും. അപ്പോൾ ഈ ഡിവിഡൻഡാണ് ഷെയർ ഹോൾഡേഴ്സിനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്ന, റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഷെയർ ഹോൾഡേഴ്സ് ഈ പ്രിഫറൻസ് ഷെയറാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അവർക്കൊരു നിശ്ചിത ശതമാനം ഡിവിഡൻഡ് കിട്ടാൻ അവകാശമുണ്ട്. അതെപ്പോഴാണ്? കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആദ്യം കിട്ടാൻ അവകാശമുള്ളവരെ വിളിക്കുന്ന പേര് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്. അപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഹാസ് എ പ്രിഫറൻഷ്യൽ റൈറ്റ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട് ടു ഗെറ്റ് ഡിവിഡൻഡ്. അവർക്ക് ഡിവിഡൻഡ് കിട്ടുന്ന കാര്യത്തിൽ ഒരു പ്രിഫറൻസ് ഉണ്ട് വെൻ ദ കമ്പനി ഡിക്ലെയർ ദ ഡിവിഡൻഡ്സ്. ഒരു കമ്പനി എപ്പോഴാണോ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് ആ സമയത്ത് ആദ്യം കിട്ടാൻ അവകാശമുള്ളവരെ വിളിക്കുന്ന പേര് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്. അത് ഡിവിഡൻഡ് കിട്ടാൻ അവകാശമുണ്ട്, ആദ്യം കിട്ടാൻ അവകാശമുണ്ട് എന്നും പറഞ്ഞ് ഒരു കമ്പനിയിൽ ഡിവിഡൻഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ കേസ് ഫയൽ ചെയ്തവർക്ക് ഡിവിഡൻഡ് വാങ്ങാമെന്നൊന്നും വിചാരിക്കേണ്ട. പകരം എപ്പോഴാണോ കമ്പനി ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ മറ്റാർക്ക് കൊടുക്കുന്നതിനേക്കാൾ മുമ്പേ തന്നെ ഡിവിഡൻഡ് കിട്ടാൻ അവകാശമുള്ള ഷെയർ ഹോൾഡേഴ്സിനെ വിളിക്കുന്ന പേര് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്. ഇനി അവർക്ക് മറ്റൊരു റൈറ്റും കൂടെ ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, എപ്പോഴാണ് ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നത്, കമ്പനി അതിന്റെ ബിസിനസ് അവസാനിപ്പിക്കുന്നത്, അപ്പോൾ അവസാനിപ്പിക്കുന്ന സമയത്ത് ആ കമ്പനി ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം ക്യാപിറ്റൽ കിട്ടാൻ അവകാശമുള്ളവർ, അതും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ ഈ രണ്ട് പ്രിഫറൻസ് ഉള്ളവർ, അതായത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആദ്യം കിട്ടാൻ അവകാശമുള്ളവർ, അതുപോലെ തന്നെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം കിട്ടാൻ അവകാശമുള്ളവർ, ഈ രണ്ട് പ്രിഫറൻസ് ഉള്ളവരെ വിളിക്കുന്ന പേര് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്. സോ ദ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആർ ദോസ് ഷെയർ ഹോൾഡേഴ്സ് which have a preferential right to get a dividend at the time of declaration of dividend as well as the repayment of capital at the time of winding up of a company. അപ്പോൾ ഈ രണ്ട് പ്രിഫറൻസ് ഉള്ളവരെ വിളിക്കുന്ന പേര് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്. ഇനി രണ്ടാമത്തെ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. ആരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്? അവർ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആണ്, യഥാർത്ഥ ഓണേഴ്സ് ആണ്. ഇവർക്ക് ഈ പറഞ്ഞ രണ്ട് പ്രിഫറൻസ് ഇല്ല. ഇവർക്ക് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് ആദ്യം കിട്ടാൻ അവകാശമില്ല, അതുപോലെ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ആദ്യം കിട്ടാൻ അവകാശമില്ല. ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നാണ്. ഇവർ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആണ്, ഇവർ റെസിഡിയൽ ഓണേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് അവർ റെസിഡിയൽ ഓണേഴ്സ് എന്ന് വിളിക്കുന്നത്? എല്ലാവർക്കും കൊടുത്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മാത്രം എടുക്കുന്നവരാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ കമ്പനിയുടെ റിയൽ ഓണേഴ്സ് ആണ്, ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് ഉണ്ട്. അപ്പൊ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രതിനിധികളാണ് കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒരു കമ്പനി അഡ്മിനിസ്റ്റർ ചെയ്ത് മാനേജ് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ വോട്ടിംഗിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട് ചെയ്യുന്ന മെമ്പേഴ്സാണ്. ആ പ്രപ്പോർഷൻ അനുസരിച്ച് ഇലക്ട് ചെയ്യുന്ന മെമ്പേഴ്സാണ്. അപ്പം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ പ്രതിനിധികളാണ് യഥാർത്ഥത്തിൽ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്.
അങ്ങനെ ഈ രണ്ട് പ്രിഫറൻസ് ഇല്ലാത്ത ഷെയർ ഹോൾഡേഴ്സിനെ വിളിക്കുന്ന പേര് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നും ആ പ്രിഫറൻസ് ഉള്ളവരെ വിളിക്കുന്ന പേര് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് എന്നുമാണ്. അപ്പോൾ പ്രധാനമായും ഈ രണ്ട് ഷെയർ ഹോൾഡേഴ്സാണ് ഒരു കമ്പനിയിലുള്ളത്. അങ്ങനെ ഒരു കമ്പനിക്ക് ആവശ്യമുള്ള മൂലധനം ഇങ്ങനെ കമ്പനി സ്വരൂപിച്ചെടുക്കും. അങ്ങനെ ഷെയറുകളിലൂടെ കളക്ട് ചെയ്തെടുക്കുന്ന ക്യാപിറ്റലിനെ വിളിക്കുന്ന പേര് ഷെയർ ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ ഈ ഷെയർ ക്യാപിറ്റൽ കൊണ്ടാണ് കമ്പനി അതിന്റെ ബിസിനസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ ക്യാപിറ്റൽ എത്ര വേണം, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, കളക്ട് ചെയ്യേണ്ടത്, അതെല്ലാം കാണിക്കുന്ന കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആയിട്ടുള്ള മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനിൽ ക്യാപിറ്റൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിലാണ് കൃത്യമായിട്ടും ക്യാപിറ്റലിന്റെ ഡിവിഷനും ക്യാപിറ്റലിന്റെ ഇഷ്യൂ പ്രൊസീജിയറും എല്ലാം അതിനകത്ത് കാണിച്ചിരിക്കും. അപ്പോൾ അതും പ്രകാരം ഒരു കമ്പനി അതിനാവശ്യമുള്ള മൂലധനം പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് കമ്പനി അതിന്റെ ബിസിനസ് ആരംഭിക്കും. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു സംശയം വരാം, സാധാരണ കേസിൽ ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും കമ്പനിക്ക് ആ ഷെയർ ക്യാപിറ്റൽ ആവശ്യമായി വരുമ്പോൾ കമ്പനി എപ്പോഴും ഇങ്ങനെ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇല്ല. കമ്പനിക്ക് അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ ആവശ്യമായി വരുന്ന സമയത്ത് കമ്പനിക്ക് പല മാർഗങ്ങൾ ഉപയോഗിച്ച് കമ്പനി എന്ത് ചെയ്യും, അതിന്റെ ക്യാപിറ്റൽ കളക്ട് ചെയ്യും. ഉദാഹരണത്തിന് കമ്പനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന കൂടാതെ തന്നെ കമ്പനിക്ക് ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യാം. അപ്പം എന്താണ് ഈ ഡിബഞ്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഷെയർ ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ കമ്പനി കടപ്പത്രങ്ങൾ ഇറക്കാറുണ്ട്. കടപ്പത്രങ്ങളെയാണ് നമ്മൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. സോ ഡിബഞ്ചർ ഈസ് എ ഡോക്യുമെന്റഡ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ് issued by a company acknowledging the debt of the company. കമ്പനിയുടെ ഡെറ്റ് അക്നോളജ് ചെയ്തുകൊണ്ട് കമ്പനി ഇറക്കുന്ന കടപ്പത്രങ്ങൾ വിളിക്കുന്ന പേര് ഡിബഞ്ചർ എന്നാണ്. അപ്പോൾ ഈ ഡിബഞ്ചറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് ഡിവിഡൻഡ് ആണ്, റിവാർഡ്. അതേസമയം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഒരു ഫിക്സഡ് പീരീഡിലേക്കാണ് അല്ലെങ്കിൽ ഒരു നിശ്ചിത വർഷത്തേക്കായിരിക്കും ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ ഒരു കമ്പനിക്ക് അതിന്റെ ക്യാപിറ്റൽ അഥവാ മൂലധനം കളക്ട് ചെയ്യാൻ വേണ്ടി ഡിബഞ്ചറുകൾ ഉപയോഗിക്കാം. അപ്പോൾ ഷെയറുകളിലൂടെയും ഡിബഞ്ചറുകളിലൂടെയും കമ്പനിക്ക് തീർച്ചയായും എന്ത് ചെയ്യാം, അതിനാവശ്യമുള്ള ക്യാപിറ്റൽ കളക്ട് ചെയ്യാം. മാത്രവുമല്ല പബ്ലിക് ഡെപ്പോസിറ്റുകൾ വാങ്ങാം. കമ്പനിക്ക് അത്യാവശ്യം ഫണ്ടുകൾ ആവശ്യമായി വന്നു കഴിഞ്ഞാൽ ഷോർട്ട് ടൈം ആയിട്ടോ ലോങ് ടൈം ആയിട്ടോ ബോറോ ചെയ്യാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ലോൺസ് ഉണ്ട്, പബ്ലിക് ഡെപ്പോസിറ്റുകളുണ്ട്. അപ്പോൾ ആ രീതിയിലുമൊക്കെ ഒരു കമ്പനിക്ക് ആവശ്യമുള്ള ക്യാപിറ്റൽ കളക്ട് ചെയ്യാം. ഇങ്ങനെ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഷെയറുകൾ ഇഷ്യൂ ചെയ്യണമെങ്കിൽ തീർച്ചയായും അതിന് ഷെയർ മാർക്കറ്റിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള മാർക്കറ്റുകളുണ്ട്. പ്രൈമറി മാർക്കറ്റുമുണ്ട്, സെക്കൻഡറി മാർക്കറ്റുമുണ്ട്. അപ്പോൾ ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ, സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം അതിനകത്ത് രണ്ട് തരത്തിലുള്ള മാർക്കറ്റുകളുണ്ട്, പ്രൈമറി മാർക്കറ്റ്, സെക്കൻഡറി മാർക്കറ്റ്. എന്താണ് ഈ പ്രൈമറി മാർക്കറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കമ്പനി ആദ്യമായി ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നു, പബ്ലിക് ഇഷ്യൂ ചെയ്യുകയാണ്. അതിനെ പബ്ലിക് ഇഷ്യൂ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനി ആദ്യമായിട്ട് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ആദ്യമായി ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റാണ് ഈ പറഞ്ഞിരിക്കുന്ന പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനി തിരഞ്ഞെടുക്കുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റാണ്. ആ പ്രൈമറി മാർക്കറ്റിലാണ് കമ്പനി ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അതിനെ നമ്മൾ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അഥവാ പ്രൈമറി മാർക്കറ്റ് എന്ന് വിളിക്കും. ഇനി അങ്ങനെ ഈ പ്രൈമറി മാർക്കറ്റിലേക്ക് നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഷെയർ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് ഫ്ലെക്സിബിലിറ്റി ഇല്ല. അത് എപ്പോഴാണ് ആ ഷെയർ നമുക്ക് തിരിച്ചു വാങ്ങാൻ പറ്റുക എന്ന് ചോദിച്ചാൽ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്തല്ലേ തിരിച്ചു കിട്ടത്തോളൂ. അപ്പോൾ ഇതിനകത്ത് ലിക്വിഡിറ്റി വരുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ ഈ ഷെയർ കൊടുത്ത് തിരിച്ച് പൈസ വാങ്ങാൻ പറ്റുന്നത്, അങ്ങനെ ഒരു സാഹചര്യം വരുന്നതിന് വേണ്ടിയിട്ട് കമ്പനി എന്ത് ചെയ്യും, സെക്കൻഡറി മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡറി മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവിടെ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്ലേസിനെ വിളിക്കുന്ന പേര്, മാർക്കറ്റിനെ വിളിക്കുന്ന പേര് ആ സെക്കൻഡറി മാർക്കറ്റ് അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെന്നും. എന്നാൽ ഒരു കമ്പനി പുതുതായിട്ട് ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്ന മാർക്കറ്റിനെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അഥവാ പ്രൈമറി മാർക്കറ്റ് എന്ന് നമ്മൾ വിളിക്കും. അങ്ങനെ രണ്ട് തരം മാർക്കറ്റ് ഉണ്ട്. അതാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ രാജ്യത്ത് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്. ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. 24ഓളം സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്കുണ്ട്. കേരളത്തിൽ കൊച്ചിയിലൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നമുക്കറിയാം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്, ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് അതെന്ന് പറയുന്നത്. അതിന്റെ പ്രത്യേകത 1875 ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആരംഭിച്ചത്. അപ്പോൾ അവിടെ വലിയ വലിയ കമ്പനികൾക്ക് മാത്രമേ അവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്താ ലിസ്റ്റിംഗ് എന്നറിയണമല്ലോ.
ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ വളരെ ടെക്നിക്കലായിട്ടുള്ള ടേമുകളൊന്നും ഉപയോഗിക്കുന്നില്ല. സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ പെരിഫറിക്കലായിട്ടുള്ള യൂസേജുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്ന, ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയറുകൾ ഇഷ്യൂ ചെയ്യണമെങ്കിൽ തീർച്ചയായും ആ ഷെയർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം. അതെന്താണ് ഈ ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്? ആ ഷെയർ അവിടെ ഇഷ്യൂ ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചില കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് കമ്പനിയാണോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്നത്, ആ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്ന കമ്പനികളുടെ ഷെയറുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഷെയറുകൾ മാത്രമേ സെക്കൻഡറി മാർക്കറ്റ് പ്ലേസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ലിസ്റ്റ് ചെയ്ത സെക്യൂരിറ്റീസ് ഭയങ്കരമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുന്ന മാർക്കറ്റുകളാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു വളരെ പ്രധാനപ്പെട്ട വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വലിയ വലിയ കമ്പനികളാണ് കൂടുതലും അവിടെ എന്ത് ചെയ്യുന്നത്, ഷെയറുകൾ ലിസ്റ്റ് ചെയ്യുകയും എക്സ്ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്നത്. താരതമ്യേന ചെറിയ കമ്പനികൾക്ക് പറ്റാത്തതുകൊണ്ട് 1992 ആയപ്പോഴത്തേക്ക് ബോംബെ ആസ്ഥാനമായി വീണ്ടും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്ന ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ വിളിക്കുന്ന പേര് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നാണ്. അപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും കൂടാതെ നമുക്ക് വേറെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നമുക്കൊരു കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ് ഷെയറുകളെല്ലാം എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഷെയറുകൾ വാങ്ങിയും വിൽക്കുകയും ചെയ്യുന്ന പ്ലേസ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഷെയറുകൾ വാങ്ങിയും വിൽക്കുകയും ചെയ്യണമെങ്കിൽ നമുക്ക് നേരത്തെയൊക്കെ വളരെ ഓൾഡ് മെത്തേഡ് എന്ന് പറയുന്നത് അവിടെ ബ്രോക്കേഴ്സ് ഉണ്ടായിരുന്നു. ബ്രോക്കേഴ്സ് അവിടെ ചെന്നിട്ട് ബ്രോക്കേഴ്സ് മുഖാന്തരമായിരുന്നു നമ്മൾ ഷെയറുകൾ വാങ്ങിയും വിൽക്കുകയും ചെയ്തത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം NSDL എന്ന് പറയുന്ന നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കണക്കുന്ന വലിയ നമ്മളെ റിസർവ് ബാങ്ക് പോലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു വലിയ ഏജൻസി ഉണ്ട്. അപ്പോൾ അവരാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ കൈകാര്യം ചെയ്യുന്നതിനകത്ത് അതിലൂടെ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ നേരിട്ട് നമുക്ക് അതിനകത്തേക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവരുടെ സബ് ഏജന്റുകളുണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേര് പാർട്ടിസിപ്പേറ്ററി എന്നാണ്. അപ്പോൾ ഈ പാർട്ടിസിപ്പേറ്ററി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ കാണാം JRG എന്ന് പറയുന്നുണ്ട്, ജിയോജിത്ത് എന്ന് പറയുന്ന അങ്ങനെ ചില പാർട്ടിസിപ്പേറ്ററികളുണ്ട്. നമുക്ക് ഷെയർ മാർക്കറ്റിലേക്ക് പ്ലേ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ JRG അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ജിയോജിത്ത് പോലുള്ള ഷെയർ ട്രേഡിംഗ് കമ്പനികളുമായി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ പോയി ജോയിൻ ചെയ്യണം. അവിടെ ചെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്ത് അവിടെ നമ്മൾ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് അതിലൂടെയാണ് നമ്മൾ ട്രേഡിംഗ് നടത്തുന്നത്. NSDLലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ റിസർവ് ബാങ്കിൽ ചെന്ന് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, പബ്ലിക്കുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത് പോലെ നാഷണൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്ററി ലിമിറ്റഡുമായിട്ട് പബ്ലിക്കിന് നേരിട്ട് ഒരു ബന്ധവുമില്ല. പബ്ലിക്കിനെ കണക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ പാർട്ടിസിപ്പേറ്ററി എന്ന് പറയുന്ന ഏജന്റ് മുഖാന്തരമാണ്. അവരെയാണ് നമ്മൾ ജിയോജിത്ത് JRG എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നമ്മളൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ബാങ്കിന്റെ ഡീറ്റെയിൽസും കൊടുത്ത് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അവരിലൂടെ ട്രേഡിംഗ് നടത്താം. അവരിലൂടെ നമ്മൾ ഓൺലൈൻ ട്രേഡിംഗ് ആണ്, ഇലക്ട്രോണിക്സ് ട്രേഡിംഗ് ആണ് ഇപ്പം നടക്കുന്നത്. പണ്ടത്തെ കണക്ക് നമുക്ക് അങ്ങനെയല്ല. ഇപ്പം ഇലക്ട്രോണിക്സ് ട്രേഡിംഗ് എന്ന് പറയുന്ന സംവിധാനമാണ്. നമ്മൾ വീട്ടിൽ ഇരുന്ന് മൊബൈലിലൂടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംവിധാനമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ഷെയർ ക്യാപിറ്റൽ സ്വരൂപിക്കുന്നത് എന്ന് നമ്മൾ പറയും. ഇങ്ങനെ നമ്മൾ ഷെയറുകളും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയറുകളെല്ലാം നമ്മൾ ഇങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെ എന്ത് ചെയ്തു, നമ്മൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. അപ്പം നമ്മൾ തീർച്ചയായും അതിനകത്ത് ഇൻവെസ്റ്റേഴ്സാണ്. അപ്പം അങ്ങനെ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം നമ്മളെ ലക്ഷ്യങ്ങൾ പലതാണ്. പലർക്കും പല ലക്ഷ്യമാണ്. ഇവിടെ സാധാരണ ട്രേഡേഴ്സ് ഉണ്ട്, ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ് അഥവാ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. ആരാണ് ഈ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്? അവര് ഒരു റെഗുലർ ഇൻകം ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് ഈ പറഞ്ഞിരിക്കുന്ന ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് മൊത്തവും സമയവും ഇതിനു വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാതെ അവർ ചെയ്യുന്ന ബിസിനസ് കൂടാതെ അവർക്ക് എക്സ്ട്രാ കിട്ടുന്ന സമയം, എക്സ്ട്രാ കിട്ടുന്ന ഇൻകം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ശരിക്കും അവർക്ക് ക്യാപിറ്റൽ ഗ്രോ ചെയ്യാനല്ല, അവർക്ക് ഈ കിട്ടുന്ന ഇൻകത്തോടൊപ്പം തന്നെ ഒരു അഡീഷണൽ ഇൻകം കിട്ടുന്നതിന് വേണ്ടി, റെഗുലർ ഇൻകം കിട്ടുന്നതിന് വേണ്ടി അവിടെ എക്സസ് സേവിങ്സ് ചാനലൈസ് ചെയ്യുന്ന സംവിധാനം, അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ വിളിക്കുന്ന പേര് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ്.
അവര് ഈ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുന്നില്ല. അവരുടെ കയ്യിൽ വളരെയേറെ ഫണ്ടൊന്നുമില്ല. അതോടൊപ്പം തന്നെ അവർ കൂടുതൽ സമയം ഇതിനകത്തേക്ക് സ്പെൻഡ് ചെയ്യുന്നില്ല. അവരിനകത്ത് ഒരുപാട് ജേണൽസും പീരിയോഡിക്കൽസും ഒക്കെ വായിച്ച് നല്ലതുപോലെ മനസ്സിലാക്കി ഒന്നുമല്ല ചെയ്യുന്നത്. അവർ ചെറിയൊരു ഇൻകം കിട്ടുന്നതിന് വേണ്ടി ചെറിയ ടൈം, ചെറിയ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെച്ച് ചെറിയ റെഗുലർ റിട്ടേൺസ് ഉണ്ടാക്കുന്ന ഇൻവെസ്റ്റേഴ്സ്, അവർ സാധാരണ ഇൻവെസ്റ്റേഴ്സാണ്. അവർ വിളിക്കുന്ന പേര് ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ്. എന്നാൽ വേറെ തരം ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അവരെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് കണക്കെന്നല്ല, അവർ വലിയ എമൗണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവർക്ക് ഒരുപാട് സമയമുണ്ട്. അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. അവരെന്താ ചെയ്യുന്ന, വലിയ എമൗണ്ട്, ഒരുപാട് സമയവും അതുപോലെ ഒരുപാട് ഫിനാൻഷ്യൽ എക്സ്പേർട്ടിനെയൊക്കെ എന്റർടൈൻ ചെയ്യിച്ചുകൊണ്ട്, ഒരുപാട് എക്കണോമിസ്റ്റിനെയും അതുപോലെ ഫിനാൻഷ്യൽ എക്സ്പേർട്ടിനെയും എന്റർടൈൻ ചെയ്യിച്ചുകൊണ്ട് അവർ ഫണ്ടിനെ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടി, അവർക്ക് റെഗുലർ ഇൻകം വേണ്ട. അവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടുന്നതെല്ലാം എന്താണ്? അവർക്ക് അവരുടെ ക്യാപിറ്റൽ ഗ്രോ ചെയ്യണം. ക്യാപിറ്റലിന്റെ മൾട്ടിപ്ലിക്കേഷനാണ്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിന് മാക്സിമം മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നതിന് വേണ്ടി, ഫണ്ടിനെ ഗ്രോ ചെയ്യുന്നതിന് വേണ്ടി ഫിനാൻഷ്യൽ എക്സ്പേർട്ടിനെ ഉപയോഗിച്ചുകൊണ്ട്, എക്കണോമിസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് അനാലിസിസ് നടത്തിക്കൊണ്ട്, ഷെയർ മാർക്കറ്റിനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചുകൊണ്ട്, ഷെയർ മാർക്കറ്റിൽ ഇറങ്ങുന്ന മൊത്തം പീരിയോഡിക്കൽസും ജേണൽസും അതുപോലെ പബ്ലിക് അക്കൗണ്ട്സുകളും പബ്ലിക് സ്റ്റേറ്റ്മെന്റുകളും ഒക്കെ അവർ അനലൈസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് വലിയ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഗ്രോ ചെയ്യുന്ന ആൾക്കാർ, ഇവരെ നമ്മൾ വിളിക്കുന്ന പേര് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവർ വലിയ വലിയ ഫേമുകളാണ്. അവരെ സംബന്ധിച്ചും ക്യാപിറ്റൽ ഗ്രോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവർ എന്റർടൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഇൻവെസ്റ്റേഴ്സിനെ വിളിക്കുന്ന പേര് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്നാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ റെഗുലർ ഇൻകം കിട്ടാൻ വേണ്ടിയാണെങ്കിൽ വലിയ വലിയ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നവരെ ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ശരി, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അവന്യൂ തന്നെയാണ്. കാരണമെന്ന് പറയുന്നത് അവർക്ക് ഇൻകം ചാനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻകം കിട്ടാൻ വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് ഈ മെത്തേഡ് അവർക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായും എല്ലാ മാർഗങ്ങളുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണം. ഷെയർ മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമുക്കറിയണം. ഇവിടെ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് ഊഹക്കച്ചവടമാണ്. നമുക്കറിയാം, ശരിക്കും ഊഹക്കച്ചവടമാണ്. അപ്പൊ ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് സ്പെക്കുലേഷനാണ്. ഇതിനെ വിളിക്കുന്ന പേര് സ്പെക്കുലേഷൻ ആൻഡ് ഗാംബ്ലിംഗ് എന്ന് പറയുന്ന സംഭവമാണ്. അപ്പൊ ഇതൊരു തരം ഗാംബ്ലിംഗ് ആണ്, ഇതൊരു തരം സ്പെക്കുലേഷൻ ആണ്. സ്പെക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, വരാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് നമ്മൾ പ്രസന്റിൽ നിന്ന് അനലൈസ് ചെയ്യുകയാണ്. പ്രസന്റിലെ ഫാക്ടേഴ്സിനെ വളരെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ നന്നായിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് ഫോർസൈറ്റ് ചെയ്യുന്ന സംവിധാനമാണ് ഈ സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ സ്പെക്കുലേഷൻ നടത്തുന്നത്? എങ്ങനെയാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്? അത് സയന്റിഫിക് ആസ്പെക്ട്സ് ആണ്, ചുമ്മാതെയല്ല. നമ്മൾ എക്സ്പീരിയൻസിന്റെ ബേസിൽ, എക്സ്പെരിമെന്റ്സിന്റെ ബേസിൽ ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന്, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഷെയറിന്റെ പ്രൈസുകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മുൻകൂട്ടി തീരുമാനിക്കുകയാണ്. അത് എക്സ്പീരിയൻസിന്റെ ബേസിൽ ഊഹിച്ച് അസംഷനാണ്. അങ്ങനെ അസംഷൻസിന്റെ ബേസിൽ അല്ലെങ്കിൽ ഊഹിച്ച് ഷെയർ മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും, ഷെയറിന്റെ പ്രൈസുകൾ കൂടുമോ കുറയുമോ എന്ന് അവർ ഊഹിച്ചെടുക്കുന്ന ഒരു ആക്ടിവിറ്റി വിളിക്കുന്ന പേര് സ്പെക്കുലേഷൻ എന്നാണ്. അപ്പോൾ സ്പെക്കുലേറ്റീവ് ബിസിനസ്സാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നത് സയന്റിഫിക് ആസ്പെക്ട്സ് അനുസരിച്ചാണ്. സയന്റിഫിക് സ്റ്റഡി നടത്തിയിട്ട് മാർക്കറ്റിനെ പ്രഡിക്റ്റ് ചെയ്യുന്ന സംവിധാനത്തെ വിളിക്കുന്ന പേര് ഈ സ്പെക്കുലേഷൻ എന്നാണ്. എന്നാൽ ചില ആൾക്കാർ ഗാംബ്ലിംഗ് നടത്താറുണ്ട്. മാർക്കറ്റിനെ കുറിച്ച് ഒന്നും പഠിക്കുന്നില്ല, മാർക്കറ്റിനെ പഠിക്കാതെ അപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാ, അത് ഫേവർ ആകുമോ അൺഫേവർ ആകുമോ എന്നറിയത്തില്ല. അപ്പൊ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഗാംബ്ലിംഗ് എന്നാണ്. അപ്പൊ ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ മിയർ ആയിട്ടുള്ള അസംഷൻസ് ആണ്. അതേസമയം സ്പെക്കുലേഷൻ എന്ന് പറയുന്നത് സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് അനാലിസിസ് ആണ്. അപ്പൊ സിസ്റ്റമാറ്റിക് അനാലിസിസ് വെച്ചുകൊണ്ട് ഫ്യൂച്ചറിനെ പ്രഡിക്ട് ചെയ്യുന്ന സംവിധാനത്തെ നമ്മൾ വിളിക്കുന്ന പേര് സ്പെക്കുലേഷനും. അതേസമയം ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യുമ്പോഴത്തേ ആ അറൈസ് ചെയ്ത സിറ്റുവേഷൻ മാത്രം അഡ്വാൻറ്റേജ് ആയി എടുത്തുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേര് ഗാംബ്ലിംഗ് എന്നാണ്. അപ്പൊ ഗാംബ്ലിംഗിൽ വളരെ റിസ്ക് കൂടുതലാണ്, അതേസമയം ഇൻവെസ്റ്റ്മെന്റിൽ അല്പം റിസ്ക് കുറവാണ്. പക്ഷേ ഷെയർ മാർക്കറ്റിൽ റിസ്ക് ഉണ്ട്. അപ്പൊ ഈ റിസ്കിനെ നമുക്ക് എങ്ങനെയാണ് ലഘൂകരിക്കേണ്ടത്, ആ റിസ്കിനെ ഡൈവേഴ്സിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, ലഘൂകരിക്കുന്നത് എങ്ങനെയാണ്, ആ ലഘൂകരണമൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെയർ മാർക്കറ്റ് ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പൊ ഇതിന്റെ ആസ്പെക്ട്സുകൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എങ്ങനെയാണ് ഷെയർ മാർക്കറ്റ് പ്ലേ ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഞാൻ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഷെയർ മാർക്കറ്റിനെ കുറിച്ച് ബേസിക് ആയിട്ട് ഒരു ഐഡിയ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഷെയർ മാർക്കറ്റിന്റെ സകല പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് സെബിയാണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്.
സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെബി എന്ന് പറയുന്ന 1992 ആരംഭിച്ച സെബി എന്ന് പറയുന്ന സ്ഥാപനമാണ് ഷെയർ മാർക്കറ്റ്, ഇന്ത്യയിലുള്ള സകല ഷെയർ മാർക്കറ്റിനെയും എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്ന റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് പോലെ ഷെയർ മാർക്കറ്റിനെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സെബിയാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിയന്ത്രിക്കുന്ന സെബിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഷെയർ മാർക്കറ്റിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് അറിയുന്നത് തീർച്ചയായും അതിൻ്റെ ഇൻഡെക്സ് നോക്കിയിട്ടാണ്. എന്താണ് അതിന്റെ സൂചനകളെന്ന് പറയുന്നത്? നമ്മുടെ 2 മാർക്കറ്റുണ്ട്, 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൽ ഒന്നാമത്തത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ അതിന് സെൻസെക്സ് എന്ന് പറയുന്നതാണ് അതിന്റെ സൂചിക. സെൻസെക്സ് എന്ന് പറയുന്നതിന്റെ സൂചികയാണ്. എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത വർഷം കുറച്ച് ഷെയറുകൾ ബേസ് ആയിട്ട് എടുത്തിട്ട് ആ നിശ്ചിത വർഷം ആ ഷെയറിന്റെ ഫേസ് വാല്യൂ എത്രയാണോ അല്ലെങ്കിൽ വില എത്രയാണോ അതും ഇപ്പോഴത്തെ വിലയുമായിട്ട് കമ്പയർ ചെയ്തൊരു സൂചിക ഉണ്ടാക്കി ആ സൂചികയുടെ മൂവ്മെന്റ് അനുസരിച്ച് നമ്മൾ ഷെയർ മാർക്കറ്റിന്റെ മൂവ്മെന്റ്സ് മനസ്സിലാക്കുന്നതിനെ വിളിക്കുന്ന പേര് സെൻസെക്സ് എന്നാണ്. അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് നിഫ്റ്റി എന്നാണ്. അതിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചിക നിഫ്റ്റി എന്നാണ്. അപ്പൊ അതും അതുപോലെ തന്നെ അവർ 50 കമ്പനികളുടെ പ്രബല കമ്പനികളുടെ ഷെയർ എടുത്തിട്ട് ഒരു നിശ്ചിത ഇയർ വെച്ച് അത് ബേസ് ഇയറായി വെച്ചിട്ട് പ്രസന്റ് വർഷവുമായി കമ്പയർ ചെയ്ത് ഇൻഡെക്സുകൾ കണക്കാക്കിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ശരിക്കും സൂചനകൾ വെച്ചുകൊണ്ട് ഷെയർ മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യുന്നു, വിച്ച് ഡയറക്ഷൻ ദ ഷെയർ മാർക്കറ്റ് ഈസ് ഗോയിങ്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കണക്കാക്കുന്ന സംവിധാനമാണ് ഇവിടെ നിഫ്റ്റിയും അതുപോലെ തന്നെ സെൻസെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ ഷെയർ മാർക്കറ്റ് പ്ലേ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ പ്രധാനമായും കേൾക്കുന്ന 2 വാക്കുകളാണ്. ഒന്ന് ബിയറും ബുള്ളും എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഈ ബിയർ, എന്താണ് ഈ ബുള്ള് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ നമ്മൾ അറിയണം. ബിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കരടികളാണ്. കരടിയെ നമ്മൾ ബിയർ എന്ന് വിളിക്കുന്നത്, ബുള്ളെന്ന് പറയുന്ന കാളയാണ്. അപ്പൊ 2 മൃഗങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടാണ് ഷെയർ മാർക്കറ്റിലെ ബ്രോക്കേഴ്സിനെയൊക്കെ നമ്മൾ പറയുന്ന ബുള്ളും ബെയറും എന്ന് പറയും. അതുപോലെ ബുള്ളിഷ് ട്രെൻഡ് എന്നും ബെയറിഷ് ട്രെൻഡ് എന്നും പറയുന്ന 2 ട്രെൻഡുകൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കേസാണ്. അപ്പൊ എന്താണ് ഈ ബുള്ളും എന്താണ് ബെയർ എന്ന് പറയുന്നത്? നമുക്കറിയാം ഒരു ഷെയർ മാർക്കറ്റിന്റെ ട്രെൻഡ് നമുക്കറിയാം. ഏതൊരു ട്രെൻഡും നമുക്കറിയാം ഒരു റൈസിംഗ് ടെൻഡൻസി കാണിക്കുകയാണെങ്കിൽ ആ ടെൻഡൻസി കുറെ കാലം നീണ്ടു നിൽക്കും. അതേസമയം ഒരു ഫോളിംഗ് ടെൻഡൻസിയാണ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് കുറെ കാലം നീണ്ടു നിൽക്കും. അതാണ് അതിന്റെ കേസ്. അപ്പൊ ഈ ബുള്ളെന്ന് പറയുന്നത് ഷെയർ ബ്രോക്കേഴ്സ് ആണ്. ഈ ബ്രോക്കേഴ്സ് മുഖാന്തരമാണ് നമ്മൾ ഷെയറുകൾ വാങ്ങുന്നത്. അപ്പോൾ ഒരു ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഷെയറിന്റെ പ്രൈസുകൾ നിയർ ഫ്യൂച്ചറിൽ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്ന, ബുള്ളെന്ന് വിളിക്കുന്നത്. ബുള്ളെന്ന് പറഞ്ഞാൽ ഓപ്റ്റിമിസ്റ്റ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ശുഭാപ്തി വിശ്വാസക്കാരാണ്. അവരെപ്പോഴും പോസിറ്റീവായി തിങ്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരെന്താ ചെയ്യുന്നത്? ഷെയർ മാർക്കറ്റിൽ ഷെയറിന്റെ പ്രൈസ് ഉയരുമെന്ന് മാത്രം പ്രതീക്ഷിച്ച് ആ ഡീലിംഗ് ചെയ്യുന്നവരെ നമ്മൾ വിളിക്കുന്ന പേര് ബുള്ളെന്നാണ്. അപ്പോൾ ഒരു ഷെയറിന്റെ പ്രൈസ് നിയർ ഫ്യൂച്ചറിൽ റൈസ് ചെയ്യും. ദേ പ്രെഡിക്റ്റ് ദാറ്റ് ദ പ്രൈസസ് ഓഫ് ദ ഷെയർസ് വിൽ ഇൻക്രീസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. നിയർ ഫ്യൂച്ചറിൽ ഷെയറിന്റെ പ്രൈസുകൾ ഇൻക്രീസ് ചെയ്യുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് ആ ഷെയർ മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ആൾക്കാരെ, കോൺഫിഡൻസോട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് ബുള്ളെന്നാണ്. ഇനി എന്താണ് ബിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പെസിമിസ്റ്റ് ആണ്, മിക്കവാറും പെസിമിസ്റ്റ് ആണ്. അവരെ എപ്പോഴും ഉള്ളൊരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് മാർക്കറ്റിൽ ഷെയറിന്റെ പ്രൈസ് ഇങ്ങനെ ഡിക്ലൈൻ ചെയ്യാനാണ് സാധ്യത, റെഡ്യൂസ് ചെയ്യാനാണ് സാധ്യത എന്ന് വിചാരിക്കുന്നവരാണ് ബെയർ എന്ന് പറയുന്നത്, കരടികൾ എന്ന് പറയുന്നത്. നമുക്കറിയാം കരടി എപ്പോഴും തല താഴ്ത്തിയാണ് പോകുന്നത്, കാളകൾ എന്ന് പറയുന്ന തല ഉയർത്തി വെച്ചാണ് പോകുന്നത്. അതാണ് അതിന്റെ സിംറ്റം എന്ന് പറയുന്നത്. ബുള്ളെന്ന് പറയുന്നത് എപ്പോഴും തല ഉയർത്തി വെച്ചാണ് പോകുന്നത്, കരടി എന്ന് പറയുന്നത് തല കുനിച്ചാണ് പോകുന്നത്. അപ്പൊ അവരെപ്പോഴും ശുഭാപ്തി വിശ്വാസം ഇല്ലാത്ത കൂട്ടത്തിലാണ്. അവർ വിചാരിക്കുന്ന ഷെയർ മാർക്കറ്റിൽ ഷെയറിന്റെ പ്രൈസ് നിയർ ഫ്യൂച്ചറിൽ ഇടിഞ്ഞു പോകും, കുറയുമെന്ന് പ്രതീക്ഷിക്കുന്നവരെ വിളിക്കുന്ന പേര് ബുള്ളും. അതേസമയം ഷെയർ മാർക്കറ്റിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമെന്ന് എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോട് പോകുന്നവരെ വിളിക്കുന്ന പേര് ബുള്ളെന്നുമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഷെയർ മാർക്കറ്റിൽ ഷെയറിന്റെ പ്രൈസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് കാണിക്കുകയാണ്. നമുക്കറിയാലോ, ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോഴെങ്കിലും ഒരു ഷെയറിന്റെ വില ഉയർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കുറെ കാലം നീണ്ടു നിൽക്കും. നമുക്ക് സമൂഹത്തിലും അങ്ങനെ തന്നെയാണ്, നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലും പ്രതിസന്ധികൾ വന്നാൽ ഇങ്ങനെ പ്രതിസന്ധി ഇങ്ങനെ കട്ടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. മറിച്ചൊരു ഉയർച്ച വന്നു കഴിഞ്ഞാൽ കുറെ കാലം നമുക്ക് ഉയർച്ച വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ മാറി മാറി ഇത് വരുമെന്ന് പറയുന്നത് പോലെ ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും നമുക്കറിയാം ഇത് ഒരു റൈസിംഗ് ടെൻഡൻസി കുറെ കാലത്തേക്ക് കാണിക്കുകയാണെങ്കിൽ അതിന് ബുള്ളിഷ് ട്രെൻഡ് എന്നും, മറിച്ച് ഒരു ഫോളിംഗ് ടെൻഡൻസി കാണിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ബെയറിഷ് ട്രെൻഡ് എന്നാണ്. അപ്പൊ ഇങ്ങനെ ഈ 2 തരത്തിലുള്ള ട്രെൻഡ് നമുക്ക് മാർക്കറ്റിലുണ്ട്. അപ്പൊ ഈ ട്രെൻഡുകൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഈ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് അനാലിസിസുകളുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പാണ്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞുതരാം.
അപ്പോൾ അങ്ങനെയുള്ള വളരെ ഡീപ്പായിട്ടുള്ള അനാലിസിസിന്റെ ബേസിലാണ് ഷെയർ മാർക്കറ്റിനെ നമുക്ക് അനാലിസിസ് ചെയ്യേണ്ടത്. വളരെ പൊട്ടൻഷ്യലാണ്, ഭയങ്കരമായിട്ടുള്ള പൊട്ടൻഷ്യാലിറ്റി ഉള്ള ഒരു സംഭവമാണ് ഈ ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. നിമിഷ നേരം കൊണ്ട് തന്നെ ഷെയറിന്റെ പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യും. ഉദാഹരണത്തിന് നമുക്കറിയാം, ഈ 90 കാലഘട്ടത്തിലൊക്കെ ഒരു വലിയ പ്രബലമായ റിലയൻസ് ഗ്രൂപ്പിന്റെ അംബാനിക്ക് വെടിയേറ്റു എന്ന് പറയുന്ന ചെറിയ ഒരു റൂമർ ഷെയർ മാർക്കറ്റിൽ വന്നതോടുകൂടി തന്നെ ഷെയർ മാർക്കറ്റ് അങ്ങ് ഇടിഞ്ഞു, നിമിഷം കൊണ്ട് ഇടിഞ്ഞു. 1 2 അല്ലെങ്കിൽ ഒരു കുറച്ച് സെക്കൻഡുകൾ മാത്രം നിലനിൽക്കുന്ന ആ ഒരു റൂമർ കൊണ്ട് ഷെയറിന്റെ വില ഇടിയുകയും ആ സമയത്ത് ഷെയറുകൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തിട്ട് ഈ ഗോസിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഷെയർ വില പെട്ടെന്ന് ഷൂട്ട് ചെയ്യുകയും ചെയ്ത് ലാഭമുണ്ടാക്കി, നിമിഷം കൊണ്ട് ലാഭമുണ്ടാക്കിയ ഒരുപാട് ഷെയർ ബ്രോക്കേഴ്സ് ഉണ്ട് അന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ഷെയർ മാർക്കറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിമിഷങ്ങൾ കൊണ്ട് മാറി മറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന്റെ പ്രഡിക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ചെറിയ ടിപ്സ് മതി, അല്ലെങ്കിൽ ഒരു ഗോസിപ്പ് മതി ഷെയർ മാർക്കറ്റിൽ മാറ്റങ്ങൾ വരാൻ. ഈ ലോകത്ത് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ മതി, അവിടെ എല്ലാം നമുക്ക് ഷെയർ മാർക്കറ്റിനെ പ്രതിഫലിക്കും. നമുക്കറിയാം, കൊറോണയൊക്കെ വരുന്ന സമയത്ത് ഷെയർ മാർക്കറ്റ് കംപ്ലീറ്റ് ഇടിഞ്ഞ് ഒരുപാട് ലക്ഷം കോടി കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ ഇൻവെസ്റ്റേഴ്സിന് വന്നു എന്ന് നമ്മൾ പറയുന്നു. അതുപോലെ തന്നെ യുദ്ധമൊക്കെ ആരംഭിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഷെയർ മാർക്കറ്റ് ഇടിയുന്ന സംഭവം വരുന്നു. അപ്പോൾ ഈ ഷെയർ മാർക്കറ്റിന് ഒരു തുല്യത അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാതെ വരുമ്പോഴാണ് ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റേഴ്സ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഗോൾഡിനൊക്കെ ഭയങ്കരമായിട്ട് വില വന്നത്. നമുക്കറിയാം, അടുത്ത കാലത്താണ് ഗോൾഡിന് ഇത്രയും വില കയറിയത്. കൊറോണ സമയത്താണ് ഗോൾഡിന്റെ വില ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തത്. കാരണം ഷെയർ മാർക്കറ്റൊക്കെ ഇടിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റേഴ്സിന് നല്ല റവന്യൂ ഇല്ല ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഷെയർ മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഷെയർ മാർക്കറ്റിനെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. അപ്പോൾ ഈ സാഹചര്യം വന്നപ്പോഴത്തേക്ക് അവർക്ക് സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഗോൾഡാണ്. അപ്പോൾ എല്ലാ ഇൻവെസ്റ്റേഴ്സും എന്ത് ചെയ്യുന്നു, ഷെയർ മാർക്കറ്റിൽ നിന്ന് പൈസ പിൻവലിക്കുന്നു, ഗോൾഡിൽ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഗോൾഡിന്റെ വില ക്രമേണ എന്ത് ചെയ്തു, വർദ്ധിച്ചു വരുന്നു. സേഫായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. അപ്പോൾ അതാണ് അതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത്. അതൊരു ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നതാണ്, അല്ലേ, ഷെയർ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഷെയർ മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. എപ്പോഴാണ് നമുക്ക് വില ഇടിഞ്ഞു പോകുന്നതെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെക്കുറിച്ച് നല്ല കാൽക്കുലേഷൻസും നല്ല അനാലിസിസും ഉണ്ടെങ്കിൽ മാത്രമേ ഷെയർ മാർക്കറ്റിൽ നമുക്ക് നല്ലതായിട്ട് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ബുള്ളും ബെയറും മാത്രമല്ല, ഒരു ഷെയർ മാർക്കറ്റിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സ്റ്റാഗ് എന്ന് പറയുന്ന ഒരു ബ്രോക്കേഴ്സ് ഉണ്ട്. സ്റ്റാഗിന്റെ പ്രത്യേകത എന്താ? ഇവര് പ്രീമിയം ഹണ്ടറാണ്, ഇഷ്ടം പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഷെയർ ബ്രോക്കേഴ്സ് ഇതിനകത്തുണ്ട്. അങ്ങനെ ഭയങ്കരമായി ലാഭമുണ്ടാക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ ഷെയർ മാർക്കറ്റിലുണ്ട്. അപ്പൊ ഈ ഷെയർ മാർക്കറ്റുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഷെയർ മാർക്കറ്റിൽ എങ്ങനെയാണ് നമുക്ക് പ്ലേ ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തി അതിൽ നിന്ന് ഹ്യൂജ് എമൗണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് ഞാൻ അടുത്ത ഒരു വീഡിയോയിലേക്ക് പറയാം. കാരണം അല്ലെങ്കിൽ വീഡിയോ നീണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാനത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അതിൽ എങ്ങനെ അനാലിസിസ് നടത്താം, എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഷെയർ മാർക്കറ്റിലേക്ക് ഇറങ്ങുക എന്നുള്ളതിന്റെ കേസൊക്കെ ഞാൻ നിങ്ങൾക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണണം. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്യണം. അതിനാനുപാതികമായിട്ട് ഞാൻ തുടർ വീഡിയോയിൽ ഇടുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ബേസിക് ആയിട്ടുള്ള ഷെയർ മാർക്കറ്റ് എന്താണ് എന്നിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പ്രസന്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഇതിന്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നതാണ്. താങ്ക്സ്.